നമസ്കാരം, ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് വൈറ്റിലയിലെ NH ബൈപ്പാസിന് സമീപം തല ഉയർത്തി നിന്നിരുന്ന ആ കെട്ടിടം. ഞാൻ പറഞ്ഞു വരുന്നത് ഗോൾസൂക്ക് മാളിനെ കുറിച്ചാണ്. മാൾ കൾച്ചർ കൊച്ചിക്കാരെ പരിചയപ്പെടുത്തിയ സ്ഥലങ്ങളിലൊന്ന്. കാവ്യഭാഷയിൽ പറഞ്ഞാൽ കൊച്ചിയുടെ ഷോപ്പിംഗ് സ്വപ്നങ്ങൾക്ക് പുതിയ നിറം നൽകിയ ഇടം. 2011 മാർച്ചിലായിരുന്നു മാളിന്റെ ഉദ്ഘാടനം. ഗോൾസൂക്ക് ഗ്രാൻഡ് എന്നാണ് ഒഫീഷ്യൽ നെയിം. ആ സമയത്ത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളുകളിൽ ഒന്നായാണ് അറിയപ്പെട്ടത്. ഈ മാൾ ഏകദേശം 5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടന്നു. ഷോപ്പിംഗിന്റെയും വിനോദത്തിന്റെയും രുചിയൂറുന്ന ഭക്ഷണത്തിന്റെയും ഒരു വലിയ ലോകം കൊച്ചിക്കാർക്ക് വേണ്ടി തുറന്നു. കൊച്ചി നഗരത്തിൽ അന്നുവരെയുള്ളതിൽ ഏറ്റവും വലിയ റീറ്റെയിൽ സ്പേസ് ആയിരുന്നു ഗോൾസൂക്ക് മാൾ. കൊച്ചിയിലെ ആദ്യത്തെ മാൾ ഏതാണെന്ന് അറിയാമോ? ഒരു കംപ്ലീറ്റ് മാൾ എന്ന് പറയാവുന്നത് 2009 തുറന്ന ഒബറോൺ മാളാണ്. ഇതേ NH ബൈപ്പാസിൽ തന്നെയാണ് ഒബറോൺ മാളും ഉള്ളത്. ടെക്നിക്കലി പറയുകയാണെങ്കിൽ കൊച്ചിയിലെ ആദ്യത്തെ മാൾ മറൈൻ ഡ്രൈവിലെ വേപ്രൈറ്റ് മാളാണ്. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു ഷോപ്പിംഗ് അനുഭവം നൽകുക, അതായിരുന്നു ഗോൾസൂക്കിന്റെ ലക്ഷ്യം. ഡൽഹി ആസ്ഥാനമായുള്ള എയറൻസ് ഗോൾസൂക്ക് ഗ്രൂപ്പ് എന്ന റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർമാരാണ് ഈ വമ്പൻ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. ജയ്പൂർ, ഗുർഗാവോൺ, ചെന്നൈ തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ അവർക്ക് ഇതുപോലുള്ള സംരംഭങ്ങൾ ഉണ്ടായിരുന്നു. കൊച്ചിയിലെ അവരുടെ ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു ഗോൾസൂക്ക് ഗ്രാൻഡ് മാൾ. ഉദ്ദേശിച്ചത് ജസ്റ്റ് ഒരു മാൾ മാത്രമെന്നല്ല, ഒരു തീം ബേസ് ചെയ്തിട്ടുള്ള ഷോപ്പിംഗ് അനുഭവം നൽകുക എന്നായിരുന്നു ലക്ഷ്യം. വെഡ്ഡിംഗ് തീം അഥവാ വിവാഹ ആവശ്യങ്ങൾക്കുള്ള എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഷോപ്പിംഗ് കേന്ദ്രം, അതിനായിരുന്നു പ്രാധാന്യം നൽകിയത്. ഗോൾസൂക്ക് എന്ന് പേരിട്ടതുപോലെ സ്വർണ്ണാഭരണങ്ങൾക്കായിരുന്നു ഇവിടെ വലിയ ഇമ്പോർട്ടൻസ്. കേരളത്തിലെയും പുറത്തെയും പ്രമുഖ ജുവലറി ബ്രാൻഡുകൾക്കെല്ലാം ഗോൾസൂക്കിൽ വിശാലമായ ഷോറൂമുകൾ തുറന്നു. ഭീമ, മലബാർ ഗോൾഡ്, കല്യാൺ ജുവലേഴ്സ്, ജോസ്കോ ജുവലേഴ്സ് തുടങ്ങിയ എല്ലാ വലിയ ജുവലറി ഗ്രൂപ്പുകൾക്കും ഇവിടെ ഷോപ്പുകൾ ഉണ്ടായിരുന്നു. ഇത് കൂടാതെ വെഡ്ഡിംഗ് ഡ്രസ്സിനും അതിനോടനുബന്ധിച്ചുള്ള സാധനങ്ങൾക്കുമുള്ള കടകളും ഇവിടെ ഉണ്ടായിരുന്നു. സീമാസ്, പാന്തലൂൺസ്, പാർത്താസ് തുടങ്ങിയ ക്ലോത്തിംഗ് സ്റ്റോറുകളും മാളിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു. ജുവല്ലറി, വിവാഹ ഷോപ്പിംഗ് എന്നിവ കൂടാതെ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ കടകളും ഗോൾസൂക്കിൽ ഉണ്ടായിരുന്നു. വസ്ത്രങ്ങൾ, ഫുട്വെയർസ്, ഇലക്ട്രോണിക്സ് ഐറ്റംസ്, കോസ്മെറ്റിക് ഐറ്റംസ്, ബുക്സ്, ടോയ്സ്, ഹോം അപ്ലയൻസസ് തുടങ്ങി വിവിധ കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സ് ഇവിടെ ലഭ്യമായിരുന്നു. സ്പെൻസേഴ്സ് ഹൈപ്പർ മാർക്കറ്റ്, സോൺ എന്നിവ മാളിലെ മറ്റു പ്രധാന കടകളായിരുന്നു. ക്യൂ സിനിമാസ് എന്ന മൾട്ടിപ്ലക്സ് സിനിമാ തിയേറ്റർ, കുട്ടികൾക്കായുള്ള വീഡിയോ ഗെയിം സോണുകളും മറ്റ് പ്ലേ ഏരിയയും, വെറൈറ്റി ഫുഡ് ലഭിക്കുന്ന ഒരു ഫുഡ് കോർട്ട് എന്നിവയെല്ലാം മാളിന്റെ ആകർഷണങ്ങളായിരുന്നു. ഞാൻ ക്യൂ സിനിമാസിൽ എത്ര സിനിമ കണ്ടു എന്ന് കയ്യും കണക്കുമില്ല. ഒരു ഇൻസിഡന്റ് പറയാം. ദൃശ്യം ഫസ്റ്റ് പാർട്ട് കാണാൻ പോയതാണ്. അന്ന് ലുലു മാൾ ഓപ്പൺ ചെയ്തിരുന്നു. ലുലുവിലേക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. പക്ഷെ ലുലുവിലേക്കുള്ള എൻട്രിയിൽ ബ്ലോക്കിൽപ്പെട്ടു. 30 മിനിറ്റ് ഓൾറെഡി വൈകി. ത്രില്ലർ സിനിമ ആയതുകൊണ്ട് ഫുൾ കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാകില്ല. സോ ലുലുവിൽ ചുമ്മാ ടൈം സ്പെൻഡ് ചെയ്ത് വേറൊരു ഷോയ്ക്ക് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ലുലുവിൽ ടിക്കറ്റ് ഇല്ല. പിന്നെ നോക്കിയപ്പോൾ ഗോൾസൂക്ക് ക്യൂ സിനിമാസിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ലേറ്റ് നൈറ്റ് ഷോയ്ക്ക് ഗോൾസൂക്കിലേക്ക് പോയി. കേരളത്തിലെ ആദ്യത്തെ KFC ഔട്ട്ലെറ്റ് ഗോൾസൂക്കിന്റെ താഴത്തെ നിലയിൽ ആരംഭിച്ചത് അക്കാലത്ത് വലിയ വാർത്തയായിരുന്നു. ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നപ്പോൾ KFCയിലൊക്കെ കയറിയിട്ടുണ്ട്. അന്ന് ഞാൻ ചിന്തിച്ചതാണ്, എന്നായിരിക്കും നമ്മുടെ നാട്ടിൽ വരിക എന്ന്. അതുകൊണ്ട് കൊച്ചിയിൽ KFC വന്നപ്പോൾ ശരിക്കും എക്സൈറ്റഡ് ആയി. ഞാനും കസിൻസും അവിടുത്തെ KFCയിൽ കയറിയതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. ഗോൾസൂക്കിൽ KFC ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. കാരണം ഗ്രൗണ്ട് ലെവലിൽ തന്നെ പാർക്കിംഗ് കിട്ടിയാൽ മാളിൽ കയറാതെ തന്നെ KFCയിലേക്ക് പോകാമായിരുന്നു. ഇത് കൂടാതെ സബ്വേ, പിസ്സ ഹട്ട് പോലുള്ള മറ്റു ഫുഡ് ബ്രാൻഡുകളും മാളിലുണ്ടായിരുന്നു. ഗോൾസൂക്ക് മാൾ തുറന്ന ആദ്യ നാളുകളിൽ കൊച്ചിക്കാർക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നു. വിശാലമായ പാർക്കിംഗ് സൗകര്യം, സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ ചെയ്ത ചില്ലിംഗ് ആയ ആംബിയൻസ്, ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ പലതരം സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യം, ഇതെല്ലാം ആളുകളെ ആകർഷിച്ചു. വീക്കെൻഡുകളിലും ഹോളിഡേയ്സിലും വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. ഫാമിലിയായി വന്ന് ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരിടമായി ഇവിടെ മാളുകൾക്ക് ഇഷ്ടപ്പെട്ടു. ഷോപ്പിംഗ് നടത്തുക, പുതിയ സിനിമകൾ കാണുക, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക, കുട്ടികൾക്ക് പറ്റിയ ഗെയിം സോണുകൾ, ഇതെല്ലാം ഗോൾസൂക്കിലുണ്ടായിരുന്നു. വൈറ്റില പോലുള്ള ജംഗ്ഷൻ അടുത്തുള്ള സ്ഥാനം, അവിടേക്ക് എത്തിച്ചേരാനുള്ള യാത്രാ സൗകര്യം എളുപ്പമായതും മാളിന്റെ തുടക്കത്തിലെ വളർച്ചയ്ക്ക് സാധ്യത നൽകി. ജില്ലയുടെ ഏത് ഭാഗത്തു നിന്നും ആളുകൾ എളുപ്പത്തിൽ മാളിൽ എത്തിയിരുന്നു. മാളിന്റെ രൂപകൽപ്പനയും ആകർഷകമായിരുന്നു. പക്ഷേ ഈ ഡിസൈൻ ഇഷ്ടപ്പെടാത്തവരുമുണ്ടായിരുന്നു. ഇതിന്റെ ആർക്കിടെക്ചർ ഡിസൈൻ ആറ്റ്കിൻസ് എന്ന കമ്പനിയായിരുന്നു. ലുലു മാളും ഇതേ കമ്പനിയായിരുന്നു ഡിസൈൻ ചെയ്തത്. 5 നിലകളുള്ള മാളിൽ പല നിലകളിലേക്കും എത്താൻ എസ്കലേറ്ററുകളും ലിഫ്റ്റുകളും ഉണ്ടായിരുന്നു. റിലയൻസ് ഡിജിറ്റലിന്റെ ഒരു ഷോറൂം അവിടെ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ അവിടെ നിന്ന് ഒരു ഡിജിറ്റൽ ക്യാമറ മേടിച്ചിരുന്നു. 12 വർഷത്തിന് മുമ്പുള്ള സംഭവമാണ്. ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ വളർച്ചയ്ക്കും മാൾ ഒരു പരിധിവരെ സഹായകമായി. മാളിന് സമീപമുള്ള ഭൂമിക്ക് വില വർദ്ധിച്ചു. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ ഇങ്ങനെയൊരു വലിയ ഷോപ്പിംഗ് സെന്റർ വന്നത് പല രീതിയിലും ഗുണകരമാകുമെന്നാണ് അന്ന് പ്രതീക്ഷിച്ചത്. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ടൂറിസം രംഗത്തും ഇത് ഒരു മുതൽക്കൂട്ടാകുമെന്ന് കരുതപ്പെട്ടു. മാളുകൾ എന്നാൽ വെറും ഷോപ്പിംഗ് സെന്റർ മാത്രമല്ല, സാമൂഹിക ഒത്തുചേരലിന്റെയും വിനോദത്തിന്റെയും കേന്ദ്രങ്ങൾ കൂടിയാണ്. ഇത് കൊച്ചിക്കാർക്ക് മനസ്സിലാക്കി തന്നത് ഗോൾസൂക്ക് മാൾ പോലുള്ള മാളുകളുടെ വരവോടെയാണ്.
ഒരു മോഡേൺ സിറ്റി എന്ന നിലയിലേക്ക് കൊച്ചി മാറുന്നതിന്റെ ഒരു പ്രതീകമായി ഗോൾസുക്ക് മാളിനെ പലരും കണ്ടു. എന്നാൽ ഈ തിളക്കം അധികനാൾ നീണ്ടുനിന്നില്ല. ഗോൾസുക്ക് മാൾ പ്രവർത്തനം ആരംഭിച്ച് ഏകദേശം 2 വർഷം പിന്നിട്ടപ്പോൾ തന്നെ പല പ്രശ്നങ്ങളും തലപൊക്കി തുടങ്ങി. തുടക്കത്തിൽ കണ്ട ജനങ്ങളുടെ ഒഴുക്ക് കാലക്രമേണ തീരെ കുറഞ്ഞു. ചില ജ്വല്ലറി ഷോറൂമുകളിൽ ഒഴികെ മറ്റ് പല കടകളിലും കച്ചവടം കുറഞ്ഞു. ലുലു മാൾ പോലുള്ള മറ്റ് വലിയ മാളുകൾ വാഗ്ദാനം ചെയ്ത ഹൈപ്പർ മാർക്കറ്റിന്റെയും വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെയും അഭാവം ഗോൾസൂക്കിന് തിരിച്ചടിയായി. മാത്രമല്ല, മാളിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിരുന്നു. ബിൽഡിംഗിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങളിൽ മാൾ നടത്തിപ്പുകാർ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയില്ലെന്ന് കടയുടമകളും ഉപഭോക്താക്കളും ഒരുപോലെ പരാതിപ്പെട്ടു. മാളിനുള്ളിലെ വൃത്തിഹീനമായ അവസ്ഥയെക്കുറിച്ച് പലരും ചൂണ്ടിക്കാട്ടി. പൊടിയും അഴുക്കും നിറഞ്ഞ തറകളും ഇടനാഴികളും ഷോപ്പിംഗ് അനുഭവത്തെ മോശമാക്കി. എയർ കണ്ടീഷനിംഗ് സംവിധാനം പലപ്പോഴും തകരാറിലായിരുന്നു. കൊച്ചിയിലെ പോലെ ഇത്രയും ചൂടുള്ള കാലാവസ്ഥയിൽ എയർ കണ്ടീഷനിംഗ് ഇല്ലാതെ മാളിനുള്ളിൽ കറങ്ങുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു. ബാത്റൂമുകളുടെ അവസ്ഥയും പരിതാപകരമായിരുന്നു. ഉപയോഗശൂന്യമായതും വൃത്തിയില്ലാത്തതുമായ ബാത്റൂമുകൾ ഉപഭോക്താക്കൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. മാളിന്റെ കോമൺ ഏരിയകൾക്ക് പോലും വേണ്ടത്ര മെയിൻ്റനൻസ് കിട്ടിയില്ല. പൊട്ടിയ ഹാൻഡ് റെയിൽ, പൊളിഞ്ഞ ടൈലുകൾ തുടങ്ങിയവയൊക്കെ മാളിന്റെ ശോച്യാവസ്ഥ വിളിച്ചു പറഞ്ഞു. പാർക്കിംഗ് സംബന്ധിച്ച പ്രശ്നങ്ങളും ആദ്യകാലങ്ങളിൽ മാളിന് ദോഷം ചെയ്തു. വിശാലമായ പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരുന്നെങ്കിലും പാർക്കിംഗ് സ്ഥലത്തേക്ക് എത്താനുള്ള വഴികളും അവിടെ വാഹനങ്ങൾ ക്രമീകരിക്കുന്നതിലുള്ള അപാകതകളും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കി. തിരക്കുള്ള സമയങ്ങളിൽ പാർക്കിംഗ് സ്ഥലം കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരുന്നു. പല നിലകളിലായുള്ള പാർക്കിംഗ് സംവിധാനം ചിലർക്ക് ബുദ്ധിമുട്ടായി തോന്നി. ഇത് പല ഉപഭോക്താക്കളെയും മാളിൽ വരുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. മാളിനുള്ളിലെ കടയുടമകളും നടത്തിപ്പുകാരും തമ്മിലുള്ള ബന്ധവും അത്ര നല്ല നിലയിലായിരുന്നില്ല. ഉയർന്ന വാടകയും മാൾ നടത്തിപ്പുകാരിൽ നിന്നുള്ള സഹകരണമില്ലായ്മയും എപ്പോഴും വ്യാപാരികളിൽ നിന്ന് പരാതികൾ ഉയരാൻ കാരണമായി. വാടക കുറയ്ക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടെങ്കിലും നടത്തിപ്പുകാർ വഴങ്ങിയില്ല. പ്രതീക്ഷിച്ച കച്ചവടം ലഭിക്കാതെ വന്നതോടെ പല കടയുടമകൾക്കും ഉയർന്ന വാടക നൽകാൻ കഴിയാതെ വന്നു. വരുമാനമില്ലാതിരുന്നിട്ടും വാടകയും മറ്റ് ചെലവുകളും നൽകേണ്ടി വന്നത് വ്യാപാരികളെ ദുരിതത്തിലാക്കി. ഇത് പല കടകളും അടച്ചുപൂട്ടുന്നതിലേക്ക് നയിച്ചു. 1-2 വർഷത്തിനുള്ളിൽ തന്നെ പല പ്രമുഖ ബ്രാൻഡുകളും ഗോൾസൂക്കിൽ നിന്ന് അവരുടെ കടകൾ മാറ്റി. ഇത് മാളിന്റെ ആകർഷണീയത ഗണ്യമായി കുറച്ചു. ആളുകൾ മാളിലേക്ക് വരാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായിരുന്ന ബിഗ് ബസാർ ഹൈപ്പർ മാർക്കറ്റ് അടച്ചുപൂട്ടിയത് ഗോൾസൂക്കിന് വലിയ തിരിച്ചടിയായിരുന്നു. നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനെത്തുന്നവരെ ഇത് നിരാശപ്പെടുത്തി. സ്പെൻസേഴ്സ്, പാന്തലൂൺസ് തുടങ്ങിയ മറ്റ് പ്രധാന കടകൾ കൂടി പോയതോടെ മാൾ പൂർണ്ണമായും ശൂന്യമാകുന്ന അവസ്ഥയായി. മാളിനുള്ളിലെ വിനോദ സൗകര്യങ്ങളെക്കുറിച്ചും പരാതികളുണ്ടായി. ക്യൂ സിനിമാസ് പ്രവർത്തിച്ചിരുന്നെങ്കിലും മറ്റ് വിനോദ കേന്ദ്രങ്ങളുടെ നിലവാരം അത്ര മികച്ചതായിരുന്നില്ല. ദൃശ്യം സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഫീൽ ചെയ്തത് അത് ഏതോ അബാൻഡൻ കെട്ടിടം പോലെയായിരുന്നു. അത് 2013 എന്നോർക്കണം. കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങളും ഗെയിം സോണുകളും വേണ്ടത്ര പരിപാലിക്കപ്പെട്ടില്ല. പല ഉപകരണങ്ങളും പ്രവർത്തനരഹിതമായിരുന്നു. ഇത് കുട്ടികളുമായി വരുന്ന കുടുംബങ്ങൾക്ക് നിരാശയുണ്ടാക്കി. ഫുഡ് കോർട്ടിലെ ഭക്ഷണശാലകളുടെ എണ്ണവും കുറവായിരുന്നു. വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ തേടിയെത്തുന്നവർക്ക് മറ്റു വഴികൾ തേടേണ്ടി വന്നു. വിശാലമായ ഒരു ഫുഡ് കോർട്ട് എന്നതിലുപരി എണ്ണത്തിൽ വളരെ കുറഞ്ഞ ഔട്ട്ലെറ്റുകൾ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഗോൾസൂക്ക് മാളിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയ ഒരു പ്രധാന ഘടകം ലുലു മാളിന്റെ വരവായിരുന്നു. 2013 മാർച്ചിൽ ഇടപ്പള്ളിയിൽ ലുലു ഇന്റർനാഷണൽ ഷോപ്പിംഗ് മാൾ തുറന്നപ്പോൾ കൊച്ചിയുടെ ഷോപ്പിംഗ് രംഗത്ത് അതൊരു വിപ്ലവമായിരുന്നു. ഗോൾസൂക്കിനേക്കാൾ എത്രയോ വലുതും ആധുനികവും സൗകര്യങ്ങളും ഉള്ളതുമായിരുന്നു ലുലു മാൾ. ഏകദേശം 18.5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ലുലു മാളിൽ 300-ലധികം കടകളും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റുകളിലൊന്നും 2500 പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള വിശാലമായ ഫുഡ് കോർട്ടും അത്യാധുനിക PVR സിനിമാസ്, ഫൺടൂറ എന്ന ഏറ്റവും വലിയ ഇൻഡോർ എന്റർടൈൻമെന്റ് സോൺ ഇതെല്ലാം ഉണ്ടായിരുന്നു. ലുലു മാളിന്റെ മികച്ച മാർക്കറ്റിംഗ് തന്ത്രങ്ങളും എല്ലാ പ്രായക്കാർക്കും ആവശ്യമായ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ലഭ്യതയും മികച്ച പരിപാലനവും ശുചിത്വവും അതിനെ പെട്ടെന്ന് തന്നെ കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ഷോപ്പിംഗ് കേന്ദ്രമാക്കി മാറ്റി. ഗോൾസൂക്കിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ ലുലുവിലേക്ക് ഒഴുകി. ഉപഭോക്താക്കളെ ആകർഷിക്കാൻ പുതിയ പദ്ധതികളോ പരിഷ്കാരങ്ങളോ കൊണ്ടുവരാൻ ഗോൾസൂക്ക് നടത്തിപ്പുകാർക്ക് കഴിഞ്ഞില്ല. ലുലു മാളിന്റെ മുൻപിൽ ഗോൾസൂക്ക് അക്ഷരാർത്ഥത്തിൽ അടിയറവ് പറയുകയായിരുന്നു. എന്നാൽ ഒബറോൺ മാൾ പിടിച്ചു നിന്നു എന്നത് നമ്മൾ ഓർക്കേണ്ടതാണ്. ഗോൾസൂക്ക് മാളിന്റെ പ്രധാന ആകർഷണമായിരുന്ന സ്വർണ്ണക്കടകൾക്ക് പോലും ലുലു മാളിലെയും മറ്റു മാളുകളിലെയും വലിയ ഷോറൂമുകളോട് മത്സരിക്കാൻ പ്രയാസമായി. ആളുകൾക്ക് എല്ലാ ആവശ്യങ്ങൾക്കും ഒരിടം എന്ന സങ്കല്പം ലുലു മാൾ മികച്ച രീതിയിൽ നടപ്പാക്കിയപ്പോൾ ഗോൾസൂക്ക് അതിന്റെ വെഡ്ഡിംഗ് തീം എന്ന പരിമിതിയിൽ ഒതുങ്ങി നിന്നു. ലുലു മാളിന്റെ വരവിന് ശേഷമുള്ള വർഷങ്ങളിൽ ഗോൾസൂക്ക് പതിയെ പൂർണ്ണമായ തകർച്ചയിലേക്ക് നീങ്ങി. കടകൾ ഒന്നൊന്നായി അടച്ചുപൂട്ടി. വാടക നൽകാൻ കഴിയാതെയും കച്ചവടമില്ലാതെയും വ്യാപാരികൾ കടകൾ ഉപേക്ഷിച്ചു പോയി. മാളിനുള്ളിലെ പല നിലകളും ശൂന്യമായി, ആളനക്കമില്ലാതായി. കെട്ടിടത്തിന്റെ പരിപാലനം പൂർണ്ണമായും നിലച്ചു. പൊട്ടിപ്പൊളിഞ്ഞ തറകളും ചുമരുകളും തകർന്ന എക്സലേറ്ററുകളും ലിഫ്റ്റുകളും എല്ലായിടത്തും നിറഞ്ഞ അഴുക്കും പൊടിയും ദയനീയമായ കാഴ്ചകളായി. മാളിൽ പ്രവർത്തിച്ചിരുന്ന ക്യൂ സിനിമാസ് ഉൾപ്പെടെയുള്ള വിനോദ കേന്ദ്രങ്ങളും പ്രവർത്തനം നിർത്തി. കുട്ടികളുടെ കളിസ്ഥലങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി. മാളിന്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട നിയമപരമായ തർക്കങ്ങളും പ്രശ്നങ്ങൾ വഷളാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. മാളിന്റെ ഉടമസ്ഥാവകാശം നിരവധി വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി വിഭജിക്കപ്പെട്ടിരുന്നു.
ഇത് കൂട്ടായ ഒരു തീരുമാനമെടുക്കുന്നതിനോ പുനരുദ്ധാരണത്തിന് ആവശ്യമായ പണം കണ്ടെത്തുന്നതിനോ തടസ്സമുണ്ടാക്കി. മാളിന്റെ കോമൺ ഏരിയകൾ പോലും വായ്പയ്ക്കായി പണയം വെച്ചതായി ആരോപണങ്ങളുണ്ടായി. ഇത് കടയുടമകൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചു. പല നിക്ഷേപകർക്കും വ്യാപാരികൾക്കും തങ്ങളുടെ പണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. മാളിന്റെ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം കാരണം ആരും അവിടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ നിക്ഷേപം നടത്താനോ തയ്യാറായില്ല. നിയമപരമായ നൂലാമാലകൾ കെട്ടിടം വിൽക്കുന്നതിനോ പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിനോ തടസ്സമുണ്ടാക്കി. ഫയർ സേഫ്റ്റി സർട്ടിഫിക്കറ്റ് പോലുള്ള നിയമപരമായ അനുമതികൾ നേടുന്നതിലും മാൾ നടത്തിപ്പുകാർക്ക് വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ അവിടെ ഒരു സ്റ്റോറിൽ ഷോർട്ട് സർക്യൂട്ട് കാരണം അഗ്നിബാധ ഉണ്ടായതായി വാർത്തകൾ കണ്ടിരുന്നു. ആളപായം ഉണ്ടായില്ലെങ്കിലും ഇത് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് കാരണമായി. വൈദ്യുതി ബിൽ അടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട് KSEB മാളിന്റെ വൈദ്യുതി വിച്ഛേദിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇത് മാളിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കാൻ കാരണമായി. എയർ കണ്ടീഷനിംഗ് ഇല്ലാതായതും ഇരുട്ടുമെല്ലാം മാളിനുള്ളിലെ അന്തരീക്ഷം കൂടുതൽ മോശമാക്കി. കൊച്ചിയുടെ ആകർഷണമായിരുന്ന ഗോൾസുക്ക് മാൾ നാണക്കേടിന്റെ പ്രതീകമായി മാറി. ഗോൾസുക്ക് മാളിന്റെ തകർച്ച അവിടുത്തെ വ്യാപാരികൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. വലിയ തുക മുടക്കി കടകൾ തുടങ്ങിയ പലർക്കും തങ്ങളുടെ നിക്ഷേപം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത് കടകൾ തുടങ്ങിയവർ കടക്കെണിയിലായി. നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. സെക്യൂരിറ്റി ജീവനക്കാർ പോലുള്ള ചുരുക്കം ചിലർ മാത്രമാണ് ഇപ്പോൾ അവിടെയുള്ളത്. എയറൻസ് ഗോൾസൂക്ക് ഗ്രൂപ്പ് ഇന്ത്യയിൽ മറ്റു നഗരങ്ങളിലും ഇതുപോലെ ഗോൾസൂക്ക് ആരംഭിച്ചിരുന്നു. കൊച്ചി പോലെ തന്നെ അതിൽ ചിലതും ഇപ്പോൾ അടഞ്ഞുകിടക്കുകയാണെന്ന് സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത്. അതിന്റെ അർത്ഥം മാളിന്റെ പ്രൊമോട്ടർമാർക്ക് വലിയ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ്. മാൾ പരാജയപ്പെടാനുള്ള കാരണം ഒറ്റവാചകത്തിൽ പറയുകയാണെങ്കിൽ ആളുകളുടെ വരവ് കുറഞ്ഞു, കച്ചവടം കുറഞ്ഞു, കടകൾ പൂട്ടി, അവസാനം മാളും പൂട്ടി. ഇന്ന് 2025 മെയ് മാസത്തിൽ ഗോൾസൂക്ക് മാൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമായ അവസ്ഥയിലാണ്. വൈറ്റിലയിലെ പ്രധാന റോഡിന് സമീപം ആ വലിയ കെട്ടിടം ഇപ്പോഴുമുണ്ട്. എന്നാൽ അതിനകത്ത് ഒരു കാലം ഉണ്ടായിരുന്ന ഷോപ്പിംഗ് തിരക്കോ ആരവങ്ങളോ ഇല്ല. മാളിന്റെ മുൻഭാഗത്ത് കുറച്ചുനാൾ മുൻപ് വരെ KFC ഔട്ട്ലെറ്റ് പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ അതും പൂട്ടി. മാളിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം ശൂന്യവും ഉപേക്ഷിക്കപ്പെട്ട നിലയിലുമാണ്. പുറത്തുനിന്ന് നോക്കിയാൽ പോലും കെട്ടിടം വളരെ ശോച്യാവസ്ഥയിലാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാം. തകർന്ന ജനലുകൾ, നിറം മങ്ങിയ ചുവരുകൾ, കാട് പിടിച്ചു കിടക്കുന്ന എൻട്രൻസ്, ഇതെല്ലാം മാളിന്റെ ദയനീയമായ അവസ്ഥ വിളിച്ചു പറയുന്നു. മാളിന്റെ ഭാവി ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ഉടമസ്ഥാവകാശ തർക്കങ്ങളും നിയമപരമായ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു. കെട്ടിടം ഏറ്റെടുത്ത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താൻ ആരെങ്കിലും വരുമോ എന്നും വ്യക്തമല്ല. പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഇങ്ങനെയൊരു വലിയ കെട്ടിടം ഉപയോഗശൂന്യമായി കിടക്കുന്നത് നഗരത്തിന് ഒരു വലിയ നഷ്ടമാണ്. പലപ്പോഴും ഈ വിഷയം ചർച്ചയാകാറുണ്ടെങ്കിലും കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. നിയമപരമായ നൂലാമാലകൾ കാരണം കെട്ടിടം വിൽക്കുന്നതിനോ പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിനോ കഴിയുന്നില്ല എന്നും പറയപ്പെടുന്നു. ഈ കെട്ടിടം ഭാവിയിൽ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമോ അതോ പൊളിച്ചുമാറ്റി പുതിയ നിർമ്മാണങ്ങൾ നടത്തുമോ എന്നും കണ്ടറിയണം. എന്തുതന്നെയായാലും ഒരു കാലത്ത് കൊച്ചിയുടെ ഷോപ്പിംഗ് സ്വപ്നങ്ങൾക്ക് നിറം നൽകിയ ഗോൾസൂക്ക് മാൾ ഇന്ന് നഷ്ടങ്ങളുടെയും അനാസ്ഥയുടെയും പ്രതീകമാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.